അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടുമ്പോൾ ഒക്കെ നല്ല ടെൻഷനുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ. ഷോർട്സിലെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്ത് സംസാരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ഉണ്ടാവും. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷേ എൻ്റെ ഫുൾ ഡേ ഒന്നുമില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എണീച്ച ഉടനെ ഉമ്മ ചെടീൻ്റെ അടുത്ത് നിന്നെല്ലാം ഇങ്ങനെ, ഉമ്മക്ക് പൊതുവില്ലേ, ഉമ്മാക്കും ഉമ്മാൻ്റെ സിസ്റ്ററിനും അങ്ങനെ തന്നെ. രാവിലെ എണീച്ചാൽ ചെടിയെല്ലാം ഒന്ന് നോക്കുക. ഇത് ഇപ്പോൾ കാണിച്ച ചെടിയെല്ലാം ഉമ്മാൻ്റെ സിസ്റ്റർ ഇതാണ് കേട്ടോ. ഉമ്മാൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പ്ലാന്റ്സിനോട് കളിക്കുന്ന തന്നെ കാണൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ആസ്വദിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പഴം വളക്കിയതെന്ന് പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പൊതുവേ കൂടുതലും മസാലകളൊന്നും ഇഷ്ടമല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലേക്ക് ചില്ലി പൗഡറും അതുപോലെ തന്നെ സാൾട്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാവരും അറിയുന്ന കാര്യം തന്നെ, പക്ഷേ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രീസ് ചെയ്യാൻ വെച്ചിന്. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് മസാലയെല്ലാം കുറച്ച് എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ടൈമൊന്നും ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടില്ല, 1-2 മിനിറ്റ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറൽ പൊതുവേ കുറവാണ്, പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഞാൻ കിച്ചണിൽ കയറും കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ഉമ്മയാണ് കേട്ടോ. ഉമ്മ അങ്ങനെ നമുക്ക് ഒരു പണിയെടുത്താൽ ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. ഒന്ന് ചെയ്താൽ തന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ. പിന്നെ ഉമ്മയും ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. പിന്നെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറുണ്ടായിന്, അതുപോലെ തന്നെ പിന്നെ ഞണ്ടും ചെമ്മീനും മിക്സ് ആയിട്ട് കറി വെച്ചിട്ടുണ്ടായിന്. പിന്നെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉറങ്ങിയിട്ടാ. ഉറങ്ങി എണീച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് പൊതുവേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കത്തിപ്പോവും. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു പണി പറ്റിയിട്ടാ. ഈവനിങ് ചായക്ക് ഉണ്ടാക്കിയതാണ്, രാവിലത്തെ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ 2 ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നൈറ്റ് പുട്ടും ചെറുപയറും അതുപോലെ തന്നെ ഉച്ചക്കത്തെ കുറച്ച് കറി ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അത് കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം സംസാരിച്ചിരിക്കുകയെല്ലാം ചെയ്ത് പിന്നെ സ്ലീപ്പാക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.